ഈ ചട്നി കണ്ടാൽ മനസ്സിലാവുമോ തേങ്ങയില്ലാത്ത ചട്നിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതെന്ന്? തേങ്ങയില്ലാതെ എങ്ങനെയാണ് ചട്നി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ രണ്ട് തരത്തിലുള്ള ചട്നി തയ്യാറാക്കുന്നുണ്ട്, ഒരു വെള്ള ചട്നിയും ചുമന്ന ചട്നിയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനിവിടെ ഒരു വെള്ള ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു അരക്കപ്പ് കപ്പലിൻ്റെയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചക്കപ്പലിൻ്റെയാണ് പീനട്ട്. നമുക്കതൊന്ന് ചൂടാക്കി എടുക്കാം. അതിൻ്റെ ആ പുറത്തുള്ള തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഞാനിപ്പോൾ ആ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഇതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പൊരിക്കടല. നമുക്കിത് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിൻ്റെ ഒരു മോയ്സ്ചറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് നന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊരു പച്ചമുളക് ചേർത്തങ്ങ് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ട് അതിലേക്കൊരു 3 പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം കുഞ്ഞൊരു പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പുളി ഒരുപാട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു കുറച്ച് പുളി ചേർക്കുന്നുണ്ട്. പുളി കുറച്ചുകൂടെ കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടെ പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അരച്ചെടുക്കുന്നതിന് ആവശ്യത്തിന് വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി എത്രയാണോ ലൂസ് ആവശ്യമുള്ളത്, ഇത്തിരി കൂടെ ലൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കടുക് താളിച്ചിടണം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു വറ്റൽമുളകൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പിലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ല ചട്നിയാണ്. ഇത് റിച്ച് പ്രോട്ടീനാണ്. നമ്മുടെ കപ്പലിൻ്റെയും പൊരിക്കടലയൊക്കെ ചേർന്നിട്ടുള്ളതാണ്. നമുക്ക് റെഡ് കളറിൽ ചട്നി തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാളയാണ്, അത് ഒന്ന് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവിന് ആവശ്യത്തിന് ആയിട്ട്. കൂടുതൽ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് ചേർത്ത് കൊടുത്താൽ മതി. കാശ്മീരി മുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ 2 ടൊമാറ്റോ ആണ്, അത് ഒന്ന് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരണം, ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചൂടൊന്ന് ആറുന്നത് വരെ, എന്നിട്ട് നന്നായിട്ട് ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു അരച്ചെടുക്കുന്നതിന് ആവശ്യത്തിന് വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ റെഡ് കളർ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ ചട്നി, വളരെ ടേസ്റ്റായിട്ടുള്ള ടൊമാറ്റോ ചട്നി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ഇനി നമുക്ക് എത്രയാണോ നമുക്ക് ഇത് ലൂസാക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ ഇത്രയും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കടുക് താളിച്ച് ഇടാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും നമ്മുടെ റവ ദോശ, ബൺ ദോശ, ചപ്പാത്തി, ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇനി തേങ്ങ ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട, ചട്നി തയ്യാറാക്കിക്കോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ഇത് കഴിച്ചാൽ ആരും തേങ്ങയില്ലാത്ത ചട്നിയാണെന്ന് പറയേയില്ല. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കാൻ മറക്കരുത്.
നമുക്ക് ഇനി ഇതിൽ ഉഴുന്ന് പരിപ്പോ കടലപ്പരിപ്പോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അല്ലാതെയും ചട്നി ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.